प्यारे बच्चों, पिछले क्लास में हम फिल्म मुग़ल आज़म के बारे में चर्चा कर रहे थे। इस फिल्म के बारे में हैरत अंगेज़ और दिलकश बातें हमने सुनी है। ये सब सुनने के बाद आपको ये फिल्म देखने का तजस्सुस यानी क्यूरियोसिटी हुआ होगा और शायद आपने ये फिल्म देखा भी होगा। कैसा लगा फिल्म? बड़ा शानदार फिल्म है ना? तो चलिए आज हम सबसे पहले चर्चा करेंगे फिल्म मुग़ल आज़म की कहानी के बारे में। जब हिदायतकार के आसिफ ने इम्तियाज़ अली ताज का मशहूर ड्रामा अनारकली पढ़ा तो उसके दिल में ये ख्वाहिश पैदा हुई कि इस कहानी को फिल्म बनाए। अनारकली उर्दू का सबसे मशहूर ड्रामा है। ये एक तारीख़ी ड्रामा है। ड्रामे की कहानी का पस मंज़र मुग़ल शहंशाह अकबर का महल है जो लाहौर में है। अकबर का बेटा शहज़ादा सलीम और महल की एक कनीज़ अनारकली के बीच में होने वाला इश्क और इस इश्क से शहंशाह अकबर का इख्तिलाफ, यही है इस कहानी का प्लॉट। इस कहानी की बुनियाद पर हिंदुस्तान की कई ज़ुबानों में कई फिल्में बनाए गए हैं। സംവിധായകനായ കെ ആസിഫിന് ഇംതിയാസ് അലി താജിൻ്റെ അതിപ്രശസ്തമായ അനാർക്കലി എന്ന ഉറുദു നാടകം വായിച്ചപ്പോൾ അത് സിനിമയാക്കണമെന്ന ആഗ്രഹമുണ്ടായി. അനാർക്കലി ഒരു ചരിത്ര നാടകമായിരുന്നു. മുഗൾ ചക്രവർത്തിയായ അക്ബറിൻ്റെ ലാഹോറിലുള്ള കൊട്ടാരമാണ് നാടകത്തിൻ്റെ കഥയുടെ പശ്ചാത്തലം. സലീം രാജകുമാരനും കൊട്ടാരം നർത്തകിയായ അനാർക്കലിയും തമ്മിലുള്ള പ്രണയവും അക്ബർ ചക്രവർത്തിക്ക് ഈ പ്രണയത്തോടുള്ള എതിർപ്പുമാണ് ഈ നാടകത്തിൻ്റെ കഥയുടെ ഇതിവൃത്തം. ഈ ഒരു കഥയെ ആസ്പദമാക്കി മിക്ക ഇന്ത്യൻ ഭാഷകളിലും ധാരാളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. 1966 ഇതേ പേരിൽ അനാർക്കലി എന്ന പേരിൽ തന്നെ ഒരു മലയാളം സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ വളരെ പരിചിതമായിട്ട് തോന്നുന്നത് 2015 മലയാളത്തിൽ വന്ന അനാർക്കലി എന്ന ഒരു സിനിമയായിരിക്കും. പക്ഷേ ഈ സിനിമയ്ക്ക് 2015 ഇറങ്ങിയ അനാർക്കലി എന്ന സിനിമയ്ക്ക് ഈ യഥാർത്ഥ അനാർക്കലിയുടെ കഥയുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ആ കഥയുമായിട്ട് ചില പരോക്ഷ ബന്ധങ്ങൾ ഈ സിനിമയ്ക്കുണ്ട്. ഈ സിനിമയിലെ 2015 ഇറങ്ങിയ അനാർക്കലി സിനിമയിലെ നായികയുടെ പേര് നാദിറ എന്നാണ്. യഥാർത്ഥ അനാർക്കലിയുടെ കഥയിൽ അനാർക്കലിയുടെ യഥാർത്ഥ പേരും നാദിറ എന്നാണ്. ഈ സിനിമയിൽ നായകൻ്റെ പേര് ശന്തനു എന്നാണ്. ശന്തനു എന്ന് പറഞ്ഞാൽ ശാന്തൻ എന്ന് പറഞ്ഞാൽ സലീം എന്ന വാക്കിനെ നമുക്ക് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയാൽ ശാന്തൻ എന്ന അർത്ഥമാണ് ലഭിക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള പരോക്ഷ ബന്ധങ്ങളാണ് 2015 ഇറങ്ങിയ അനാർക്കലി എന്ന സിനിമയുമായിട്ട് ആ പഴയ അനാർക്കലിയുടെ കഥയ്ക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് അനാർക്കലി എന്ന പേര് കൊടുത്തിട്ടുള്ളതും. മറ്റ് ചില പരോക്ഷ ബന്ധങ്ങൾ കൂടി ഉണ്ട്. അത് നിങ്ങൾ സിനിമ കണ്ട് രണ്ട് സിനിമയും, ഈ മുഗൾ ആസം എന്ന സിനിമയും അനാർക്കലി എന്ന ഈ 2015 ഇറങ്ങിയ സിനിമയും കണ്ടു കഴിഞ്ഞവർക്ക് അത് മനസ്സിലാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ്, ഏതാണ്ട് 60 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ അനാർക്കലിയുടെ കഥയ്ക്ക് ഇന്നും സിനിമാ ലോകത്ത് സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ള ആ ഒരു വസ്തുതയാണ്. तो चलिए देखते हैं कि इस कहानी के बारे में हमारी दरसी किताब में क्या कहता है। मुग़ल आज़म की कहानी की बुनियाद तो इम्तियाज़ अली ताज के मशहूर ड्रामे अनारकली पर ही रखी गई है, लेकिन के आसिफ ने अपनी तरफ से भी कुछ शामिल किया है। मुग़ल आज़म की कहानी की बुनियाद അടിത്തറ
मुग़ल आज़म की कहानी की बुनियाद तो इम्तियाज़ अली ताज के मशहूर ड्रामे अनारकली पर ही रखी गई है. മുഗളെ ആസം സിനിമയുടെ കഥയുടെ അടിസ്ഥാനം ഇംതിയാസ് അലി താജിൻ്റെ പ്രശസ്തമായ നാടകം അനാർക്കലി ആണ്. लेकिन के आसिफ ने अपनी तरफ से भी कुछ शामिल किया है. എന്നിരുന്നാലും കെ ആസിഫ് സിനിമയ്ക്ക് വേണ്ടി തൻ്റെതായ ചില കൂട്ടിച്ചേർക്കലുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. शहनशाह अकबर के बेटे शहजादा सलीम और महल की एक कनीज नादिरा अनारकली के बीच मोहब्बत हो जाती है. ഷഹസാദ അക്ബർ കെ ബേട്ടെ ഷഹസാദ സലീം, അക്ബർ ചക്രവർത്തിയുടെ മകനായ സലീം രാജകുമാരനും ഔർ അനാർക്കലി ഔർ മെഹൽ കി ഏക് കനീസ് നാദിറ, കൊട്ടാരത്തിലെ ഒരു നർത്തകിയായ നാദിറയും, അനാർക്കലി നാദിറ എന്ന് അതാണ് യഥാർത്ഥ പേര്. അനാർക്കലി എന്നുള്ളത് അക്ബർ ചക്രവർത്തി നാദിറയ്ക്ക് കൊടുക്കുന്ന ഒരു പേരാണ്. സിനിമയിൽ ആ പേര് കൊടുക്കാനിടയായ സന്ദർഭങ്ങളൊക്കെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പം കെ ബീച്ച് മൊഹബത്ത് ഹോ ജാത്തി ഹെ, അപ്പം സലീം രാജകുമാരനും കൊട്ടാരം നർത്തകിയായ അനാർക്കലിയും തമ്മിൽ പ്രണയമാവുന്നു. മെഹൽ മേ ബഹാർ നാം കി ഏക് ദൂസരി കനീസ് ഭി രഹത്തി ഹെ, കൊട്ടാരത്തിൽ ബഹാർ എന്നു പേരുള്ള മറ്റൊരു നർത്തകി കൂടി ഉണ്ട്. വോ സലീം കോ അപ്നാക്കർ ഹിന്ദുസ്ഥാൻ കി മലിക്ക ബന്ന ചാഹത്തി ഹെ, അവൾ സലീം രാജകുമാരനെ സ്വന്തമാക്കിക്കൊണ്ട് ഹിന്ദുസ്ഥാൻ്റെ, അതായത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. इसलिए वो अपने रास्ते की रुकावट बनी अनारकली को हटाना चाहती है. അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന റുക്കാവട്ട്, തടസ്സമായി നിൽക്കുന്ന അനാർക്കലിയെ ഇല്ലാതാക്കാൻ വേണ്ടി അനാർക്കലിക്കോ ഹട്ടാന ചാഹത്തി ഹേ ശ്രമിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. वो शहनशाह अकबर को सलीम और अनारकली की मोहब्बत की इत्तला देती है. അവൾ അക്ബർ ചക്രവർത്തിക്ക് സലീം രാജകുമാരനും അനാർക്കലിയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് അറിയിക്കുന്നു. അതുവരെ വളരെ രഹസ്യമായി മുട്ടിട്ട് രഹസ്യമായി വളർന്നു വന്ന ഒരു പ്രണയമായിരുന്നു. പക്ഷേ അത് ബഹാർ അക്ബർ ചക്രവർത്തിയെ അറിയിക്കുന്നു. अकबर को बहुत गुस्सा आता है और अनारकली को कैद खाने में बंद करवा देता है. അക്ബർ കോപാകുലനാവുകയും അനാർക്കലിയെ തടവിലാക്കുകയും ചെയ്യുന്നു. സലീം അനാർക്കലി കോ ഛുഡാനെ കി നാകാം കോശിഷ് കർത്താ ഹെ, സലീം അനാർക്കലിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു വിഫല ശ്രമം നടത്തുന്നു. നാകാം കോശിഷ്, ശ്രമം നടത്തുന്നു പക്ഷേ പരാജയപ്പെടുന്നു. एक शर्त की बिना पर अनारकली को अकबर कुछ दिन के बाद रिहा कर देता है. ഒരു നിബന്ധന, ഷറത്ത്, കണ്ടീഷൻ, നിബന്ധന. एक शर्त की बिना पर अनारकली को अकबर कुछ दिन के बाद रिहा कर देता है. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ അക്ബർ അനാർക്കലിയെ മോചിപ്പിക്കുകയാണ്, തടവറയിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. നിബന്ധന എന്താണെന്ന് പറഞ്ഞാൽ സലീം രാജകുമാരനോട് യഥാർത്ഥ പ്രണയമില്ലെന്നും സലീമിനെ സ്വന്തമാക്കിക്കൊണ്ട് മുഗൾ സാമ്രാജ്യത്തിൻ്റെ റാണിയാവാനാണ് തൻ്റെ ഉദ്ദേശമെന്നും സലീമിനെ അനാർക്കലി തന്നെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ആ നിബന്ധന. ലേക്കിൻ ജശ്നെ നൗറോസ് കെ മൗക്കെ പർ റക്സ് കർത്തെ ഹുവേ അനാർക്കലി ഷഹസാദ സലീം കി തരഫ് ബാർ ബാർ ഇഷാരെ കർത്തി രഹത്തി ഹെ. പക്ഷേ ആ നിബന്ധന പാലിക്കാതെ അനാർക്കലി പുതുവർഷ ആഘോഷത്തിൻ്റെ അവസരത്തിൽ, ജശ്നെ നൗറോസ് പുതുവർഷാഘോഷമാണ്, റക്സ് കർത്തേ ഹുവേ നൃത്തം ചെയ്തുകൊണ്ട്, സ്വയം പാട്ടുപാടി നൃത്തം ചെയ്തുകൊണ്ട്, റക്സ് കർത്തേ ഹുവേ അനാർക്കലി ഷഹസാദ സലീം കി തരഫ് ബാർ ബാർ ഇഷാരെ കർത്തി രഹത്തി ഹെ, സലീമിന് നേരെ നിരന്തരം ചില ആംഗ്യങ്ങൾ കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ അനാർക്കലി ചെയ്യുന്നത് സലീമിനോടുള്ള തൻ്റെ പ്രണയം ലോകത്തിന് മുമ്പിൽ ധൈര്യസമേതം വിളിച്ചു പറയുകയാണ് ആ നൃത്തത്തിലൂടെ അനാർക്കലി ചെയ്യുന്നത്. അക്ബർ അനാർക്കലി കോ ജിന്ദാ മേ ഖൈദ് കർനെ കാ ഹുക്കും ദേത്താ ഹേ, അക്ബർ വീണ്ടും അനാർക്കലിയെ തടവിലാക്കാൻ ആജ്ഞാപിക്കുന്നു. സലീം ബഗാവത് കാ ഏലാൻ കർത്താ ഹേ, സലീം കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു, അക്ബറിനെതിരെ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നു. ബഗാവത്ത് എന്ന് പറയുന്നത്
നിലവിലുള്ള വ്യവസ്ഥിതിക്കെതിരെ നടത്തുന്ന കലാപത്തിനെയാണ് ബഗാവത്ത് എന്ന് പറയുന്നത്. ബഗാവത്ത് ക ഏലാൻ, വിളംബരം ചെയ്യുന്നു. अकबर और सलीम की फौजों में जंग होती है और सलीम को गिरफ्तार कर लिया जाता है. അക്ബറിൻ്റെയും സലീമിൻ്റെയും സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു, യുദ്ധമുണ്ടാവുന്നു. സലീം തടവിലാക്കപ്പെടുന്നു, പരാജയപ്പെടുത്തപ്പെടുന്നു. उसको बगावत के जुर्म में सजाए मौत का हुक्म सुनाया जाता है. കലാപം, ചക്രവർത്തിക്കെതിരെ കലാപം നടത്തിയതിൻ്റെ പേരിൽ സലീമിന് വധശിക്ഷ विधिकुनु. मगर आखिरी पल अकबर का फौजदार राजा मान सिंह अनारकली को जो सलीम के दोस्त की हिफाजत में थी आती हुई देखकर तोप का मुंह मोड़ देता है. ഈ വധശിക്ഷക്ക് വിധിച്ച സലീമിനോട് അക്ബർ ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അനാർക്കലിയെ ഇപ്പോൾ സലീം എവിടെയോ ഒളിപ്പിച്ചിട്ടാണുള്ളത്. അതായത് സലീമിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെ സംരക്ഷണയിൽ അനാർക്കലിയെ അക്ബറിന് വിട്ടുകൊടുക്കാതെ ഒളിപ്പിച്ച് നിർത്തിയിട്ടാണുള്ളത്. അക്ബർ സലീമിനോട് ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ തെറ്റുകാരി അനാർക്കലിയാണ്. അനാർക്കലിയെ വിട്ടു തന്നാൽ അനാർക്കലിക്ക് വധശിക്ഷ നടപ്പിലാക്കുകയും സലീമിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം എന്നാണ്. പക്ഷേ സലീം അതിന് ഒരിക്കലും തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ സലീമിൻ്റെ വധശിക്ഷ നടപ്പാക്കാൻ അക്ബർ തന്നെ നേരിട്ട് വരികയാണ് ചെയ്യുന്നത്. സലീമിനെ ദൂരെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് അകലെ മാറി ഒരു പീരങ്കി വെടി വെച്ചുകൊണ്ട് പീരങ്കി വെടി ഉതിർത്ത് സലീമിനെ വധശിക്ഷ നടപ്പാക്കാൻ ആണ് അക്ബർ തീരുമാനിച്ചത്. വധശിക്ഷ നടപ്പാക്കാൻ അക്ബർ തന്നെ നേരിട്ട് വരികയും ഈ പീരങ്കി വെടിക്ക് അക്ബർ സ്വയം തീ കൊളുത്തുകയും ചെയ്യുന്നു. मगर आखिरी पल अकबर का फौजदार राजा मान सिंह अनारकली को जो सलीम के दोस्त की हिफाजत में थी आती हुई देखकर तोप का मुंह मोड़ देता है. അവസാന നിമിഷത്തിൽ അനാർക്കലി അവിടേക്ക് കടന്നു വരുന്നത് അക്ബറിൻ്റെ സൈന്യാധിപനായ മാൻസിംഗ് കാണുകയും മാൻസിംഗ് ഉടനെ തന്നെ തൻ്റെ പീരങ്കി വെടി മുകളിലേക്ക് ഉയർത്തുകയും അപ്രകാരം വെടി മുകളിലേക്ക് പൊട്ടി സലീം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. बाद में अकबर अनारकली को जिंदा चुनवा देने का हुक्म देता है. പിന്നീട് അക്ബർ അനാർക്കലിയെ ജിന്ദ ചുൻവാ ദേന എന്ന് പറഞ്ഞാൽ മുഗൾ കാലത്ത് നടന്ന ഒരു വധശിക്ഷാ രീതിയാണ്, മറ്റൊരു വധശിക്ഷാ രീതിയാണ്. ജീവനോടെ കുഴിച്ചു മൂടുന്നതിന് തുല്യമായിട്ടുള്ള ഒരു വധശിക്ഷാ രീതിയാണ്. ഒരാളെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് അയാൾക്ക് ചുറ്റും തീരെ സ്ഥലം കൊടുക്കാതെ അയാളുടെ ചുറ്റും കല്ലോ ഇഷ്ടികയോ വെച്ച് കെട്ടി ഉയർത്തി മൂടി അതിനുള്ളിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു രീതിയാണ് ദീവാർ മേ ജിന്ദ ചുൻവ ദേന. അപ്പോൾ അനാർക്കലിക്ക് ആ ഒരു ശിക്ഷയാണ് അക്ബർ വിധിക്കുന്നത്. ആഖിർകാർ വാദे के मुताबिक अनारकली और उसकी माँ को किसी सुरंग के जरिए बचने का मौका फराहम करता है. പക്ഷേ അവസാനം മുമ്പ് അനാർക്കലിയുടെ അമ്മക്ക് കൊടുത്ത ഒരു വാഗ്ദാനം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി ഉസ്കി മാ കോ അനാർക്കലി और उसकी माँ को കിസി സുരംഗ് കെ ജരിയെ ഒരു തുരങ്കത്തിലൂടെ ബച്ചനെ കാ മൗക്ക രക്ഷപ്പെടാനുള്ള ഒരു അവസരം അക്ബർ ഉണ്ടാക്കുന്നു. फिल्म मुगल आजम की शोहरत और मकबूलियत की एक अहम वजह उसके मुकालिमे है. मुकालिमे यानी डायलॉग्स. शायराना जुबान में लिखे गए शायराना मुकालिमों से इस फिल्म की खूबसूरती में 4 चांद लग जाते हैं. अगर किसी को उर्दू ज़ुबान की खूबसूरती और शीरीनी को महसूस करना है तो एक आसान तरीका यह है कि वो फिल्म मुगल आज़म के मुकालिमे सुन ले. के आसिफ ने फिल्म के मुकालिमे लिखने के लिए एक बोर्ड बनाया था. उसमें उस ज़माने के मशहूर उर्दू अदीब अमन, वजहत मिर्ज़ा, कमाल अमरोही और एहसान रिजवी शामिल थे. चारों ने मिलकर ऐसे मुकालिमे बनाए जिनके एक एक जुमले से
उर्दू जुबान की शीरीनी टपक जाती है. മുഗളെ ആസം സിനിമയുടെ പ്രശസ്തിക്കും ജനസമ്മതിക്കും ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിലെ സംഭാഷണങ്ങളാണ്. കാവ്യഭാഷയായ ഉറുദുവിൽ രചിക്കപ്പെട്ട കാവ്യാത്മകമായ ഈ സംഭാഷണങ്ങൾ സിനിമയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നവയായിരുന്നു. ആർക്കെങ്കിലും ഉറുദു ഭാഷയുടെ സൗന്ദര്യവും മാധുര്യവും അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു എളുപ്പവഴി ഫിലിം മുഗളെ ആസമിലെ സംഭാഷണങ്ങൾ കേൾക്കുക എന്നതാണ്. കെ ആസിഫ് സിനിമയുടെ സംഭാഷണം രചിക്കാനായി ഒരു ബോർഡ് തന്നെ രൂപീകരിച്ചിരുന്നു. അന്നത്തെ പ്രശസ്ത ഉറുദു എഴുത്തുകാരായിരുന്ന അമൻ, വജ്ഹത്ത് മിർസ, കമാൽ അമ്രോഹി, എഹ്സാൻ റിസ്വി എന്നിവർ അതിലംഗങ്ങളായിരുന്നു. 4 പേരും ചേർന്ന് രചിച്ച ആ സംഭാഷണങ്ങളിലെ ഓരോ വാചകത്തിൽ നിന്നും ഉറുദുവിൻ്റെ സൗന്ദര്യവും മാധുര്യവും ഇറ്റുവീഴുന്നതായി നമുക്ക് അനുഭവിച്ചറിയാം. चलिए देखते हैं इसके मुकालिमे के बारे में हमारे सबक में क्या कहता है. फिल्म मुगले आजम के मुकालिमों को हिंदुस्तानी सिनेमा में मुकालिमा निगारी का संग मैल कहा जाए तो बेजा न होगा. മുഗളെ ആസം സിനിമയിലെ സംഭാഷണങ്ങൾ ഇന്ത്യൻ സിനിമ സംഭാഷണ രചനയിലെ നാഴികക്കല്ലാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റും ഇല്ല. മുക്കാലിമെ ലിഖ്നെ കെ ലിയെ ആസിഫ് നെ एक ബോർഡ് തഷ്കീൽ ദിയ. സംഭാഷണങ്ങൾ രചിക്കുന്നതിനായി ആസിഫ് ഒരു ബോർഡ് തന്നെ രൂപീകരിക്കുകയുണ്ടായി. പൂരി തറ ചുസ്ത് ഔർ ദുരുസ്ത് അന്ദാസ് മേ उर्दू के शौकते अल्फाज को बरोए कार लाकर लिखे गए इन मुकालिमों ने पूरे मुल्क में उर्दू ज़ुबान के हुस्न दिलकशी के डंगे बजाए. पूरी तरह चुस्त और दुरुस्त, വളരെ സ്മാർട്ടായ പ്രൗഢിയുള്ള, ദുരുസ്ത് അന്ദാസ് ശരിയായ രീതിയിൽ, ഷൗക്കത്തെ അൽഫാസ് പ്രൗഢിയുള്ള വാക്കുകൾ. എന്താണ് ആ വാചകം പറയുന്നത്? पूरी तरह चुस्त और दुरुस्त अंदाज में उर्दू के शौकते अल्फाज को बरोए कार लाकर ഉപയോഗിച്ചുകൊണ്ട് लिखे गए इन मुकालिमों ने पूरे मुल्क में उर्दू जुबान के हुस्न दिलकशी सौंदर्यम ആകർഷണീയത के डंगे बजा दिए. ഉറുദു ഭാഷയിലെ അനുയോജ്യമായ പ്രൗഢിയേറിയ വാക്കുകൾ ഉചിതമായ രീതിയിൽ വിന്യസിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഈ സംഭാഷണങ്ങൾ രാജ്യം മുഴുവൻ ഉറുദു ഭാഷയുടെ സൗന്ദര്യത്തെയും ആകർഷണീയതയുടെയും ഉറുദു ഭാഷയുടെ സൗന്ദര്യത്തിൻ്റെയും ആകർഷണീയതയുടെയും വിളംബരം ചെയ്യുന്നവയായി മാറി. ये मुकालिमे सिर्फ अपने लफ्ज़ी या सूती हुस्न की वजह से ही गैर मामूली नहीं है, बल्कि जज्बात की तासीर की अदायगी के लिए भी ये मुकालिमे किस जगह किस लफ्ज़ का इस्तेमाल होना चाहिए उसकी बेहतरीन मिसाल पेश करते हैं. ये मुकालिमे सिर्फ अपने लफ्ज़ी या सूती, ലഫ്സി വാക്യപരമായ അല്ലെങ്കിൽ ആ വാക്കിൻ്റെ ഒരു സൗന്ദര്യമുണ്ടല്ലോ, അവർ സൂത്തി മീൻസ് ലിംഗ്വിസ്റ്റിക്സ് ആണ്, ഭാഷാപരമായ ഭാഷാശാസ്ത്രപരമായ, ഹുസ്ന് സൗന്ദര്യം, ഗൈർ മാമൂലി അസാധാരണം, ജസ്ബാത്ത് കി താസീർ ജസ്ബാത്ത് വികാരമാണ്, ഫീലിങ്സ്, താസീർ ഇൻഫ്ലുവൻസ് സ്വാധീനം, വളരെ ആഴത്തിലുള്ള വികാരങ്ങളുടെ പ്രകടനം, ജസ്ബാത്ത് കി താസീർ കി അദായകി. നോക്കാം, ഒന്നുകൂടി ആ വാചകം നോക്കാം നമുക്ക്. യെ മുക്കാലിമെ സിർഫ് अपने लफ्ज़ी या सूती हुस्न की वजह से ही गैर मामूली नहीं है, बल्कि जज्बात की तासीर की अदायगी के लिए भी ये मुकालिमे किस जगह किस लफ्ज़ का इस्तेमाल होना चाहिए, ഏത് സ്ഥലത്ത് ഏത് വാക്ക് ഉപയോഗിക്കണം എന്നുള്ളതിന് ബെഹത്തരീൻ മിസാൽ പേഷ് കർത്തേ ഹേ. ഈ സംഭാഷണങ്ങൾ അവയിലെ വാക്കുകളുടെ രൂപഭംഗി കൊണ്ട് മാത്രമല്ല അസാധാരണമാകുന്നത്, മറിച്ച് ആഴത്തിലുള്ള വൈകാരിക പ്രകടനങ്ങൾക്ക് ഏത് അവസരത്തിൽ ഏത് വാക്ക് ഉപയോഗിക്കണമെന്നതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ്.
एक मौका ऐसा आता है जबकि शाही महल में सलीम के सामने बहार और अनारकली की कवाली पेश की जाती है. നോക്കൂ, ഒരു അവസരം വരുന്നുണ്ട്. ഏക് മൗക്ക ഐസ ആതാ ഹെ ജബ്കെ ഷാഹി മഹൽ മേ, രാജകൊട്ടാരത്തിൽ സലീം കെ സാമനെ, സലീമിന്റെ സമക്ഷം ബഹാർ और അനാർക്കലി की കവാലി പേഷ് की जाती है. ബഹാറും അനാർക്കലിയും തമ്മിലുള്ള ഒരു കവാലി, ഒരു മത്സരം പോലെ തന്നെ ഒരു കവാലി മത്സരം അവതരിപ്പിക്കപ്പെടുന്നുണ്ട് സലീമിന്റെ മുന്നിൽ വെച്ച്. ഷഹസാദ സലീം ഖുഷ് ഹോത്താ ഹെ और ബഹാർ को फूल और अनारकली को कांटा देता है. ഈ കവാലിയുടെ അവസാനം, കവാലി മത്സരം കഴിയുമ്പോൾ ഷഹസാദ സലീം രാജകുമാരൻ ഖുഷ് ഹോത്താ ഹെ, സന്തോഷവാനാകുന്നു. और ബഹാർ കോ ഫൂൽ, ബഹാറിന് പൂവും റോസാപ്പൂവും, और അനാർക്കലി കോ കാണ്ടാ ദേത്താ ഹെ, അനാർക്കലിക്ക് റോസാപ്പൂവിൻ്റെ മുള്ളും സമ്മാനമായി നൽകുകയാണ്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ബഹാർ പ്രണയത്തെക്കുറിച്ച്, പ്രണയത്തിൻ്റെ മേന്മകളെക്കുറിച്ച് പാടുമ്പോൾ അനാർക്കലി പ്രണയത്തെ ഇകഴ്ത്തിപ്പാടുകയാണ്. പ്രണയം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചാണ് അനാർക്കലി പാടുന്നത്. അതുകൊണ്ടാണ് ബഹാറിന് പൂവും അനാർക്കലിക്ക് മുള്ളും സലീം നൽകുന്നത്. കാണ്ടാ മിൽനെ പർ അനാർക്കലി കഹത്തി ഹെ കെ, ആ മുള്ള് ഏറ്റുവാങ്ങിക്കൊണ്ട് അനാർക്കലി പറയുന്ന വളരെ മനോഹരമായ, വളരെ ചെറുതെങ്കിലും വളരെ മനോഹരമായ ഒരു സംഭാഷണമുണ്ട്. കാണ്ടോ കോ മുർജാനെ കാ ഖൗഫ് നഹി ഹോത്ത, മുള്ളിന് ഒരിക്കലും വാടിപ്പോകുമെന്ന ഭയമുണ്ടാകുന്നില്ല. ये मुकालिमा भी कभी नहीं भुलाया जा सकता जो संग तराश शाही कनीज बहार का चैलेंज कबूल करते हुए कहता है. മറ്റൊരു സംഭാഷണം കൂടി, വളരെ മനോഹരമായ ഒരു സംഭാഷണമുണ്ട്, ഒരിക്കലും മറക്കാൻ പറ്റാത്തത്. ഷാഹി സംഗ് തറാഷ്, സംഗ് തറാഷ് എന്ന് പറയുന്നത് ശില്പിയാണ്. ഒരു ശില്പി വളരെ 2-3 രംഗത്ത് മാത്രമേ വരുന്നുള്ളൂ എങ്കിലും സിനിമയിൽ വളരെ പ്രസക്തമായ ഒരു കഥാപാത്രമാണ് ശില്പിയുടേത്. ഈ ഷാഹി കനീസ് ബഹാർ കാ ചാലഞ്ച് കബൂൽ കർത്തേ ഹുവേ, കൊട്ടാരം നർത്തകിയായ ബഹാറിൻ്റെ ചാലഞ്ച് സ്വീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു സംഭാഷണമുണ്ട്. ആ ചാലഞ്ചിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സലീം രാജകുമാരൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സന്ദർഭമുണ്ട്. സിനിമയുടെ തുടക്കത്തിലാണ്. ആ സന്ദർഭത്തിൽ സലീമിന് വളരെ ഏറ്റവും മികച്ച ഒരു സമ്മാനം നൽകണമെന്ന് സലീമിൻ്റെ അമ്മ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ബഹാറിനെ ഏൽപ്പിക്കുകയുമാണ്. ബഹാർ അതിനുവേണ്ടിയാണ് ശില്പിയെ കാണുന്നത്. വളരെ മനോഹരമായൊരു ശില്പമുണ്ടാക്കാൻ സലീമിന് സമ്മാനിക്കാൻ, വളരെ മനോഹരമായ ശില്പമുണ്ടാക്കാൻ ശില്പിയോട് ഒരു ചാലഞ്ച് എന്ന രീതിയിൽ ബഹാർ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ശില്പി പറയുന്ന ഒരു സംഭാഷണമുണ്ട്. तो फिर मैं एक ऐसा मुजस्सिमा तश्कील दूंगा जिसके सामने इंसान अपना दिल, सिपाही अपनी तलवार और शहनशाह अपना ताज ഖദ്മോ മേ രഖ് ദേഗ. ശില്പി പറയുന്നു, അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങനെയുള്ള ഒരു ശില്പമാണ് ഉണ്ടാക്കുക. ഐസ മുജസ്സിമ, ശില്പം, മൂർത്തി, തഷ്കീൽ ദുങ്ക, നിർമ്മിക്കും. ഞാൻ അങ്ങനെയുള്ള ഒരു ശില്പം ഉണ്ടാക്കും. ജിസ്കെ സാമനെ, അതിൻ്റെ മുന്നിൽ, ജിസ്കെ സാമനെ ഇൻസാൻ അപ്ന ദിൽ, മനുഷ്യൻ, സാധാരണ മനുഷ്യൻ തൻ്റെ ഹൃദയവും, സിപ്പാഹി അപ്നി തൽവാർ, ഒരു ഭടൻ തൻ്റെ വാളും, അവർ ഷഹൻഷാ അപ്ന താജ്, ചക്രവർത്തി തൻ്റെ കിരീടവും ഖദ്മോമേ രഖ്ദേഗ, അതിൻ്റെ കാൽ കീഴിൽ സമർപ്പിക്കുന്നതാണ്. അത്രയും മനോഹരമായ ശില്പം. ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയവും, ഒരു ഭടൻ തൻ്റെ വാളും, ഒരു ചക്രവർത്തി തൻ്റെ കിരീടവും ആ ശില്പത്തിൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്നതാണ്. അത്രയും മനോഹരമായ ഒരു ശില്പം ഞാൻ ഉണ്ടാക്കുമെന്നാണ് ശില്പി പറയുന്നത്. दरसी किताब में दिए गए इन 2 मिसालों से बहुत ज़्यादा खूबसूरत और शीरीन मुकालिमों से भरपूर है फिल्म मुग़ल आज़म. तो प्यारे बच्चों, आज का क्लास हम यही ख़त्म करेंगे. आपके लिए सरगर्मी के तौर पर 2 सवाल है. पहला सवाल, इस फिल्म से दिल को छूने वाले चंद मुकालिमे चुनकर लिखिए. इस फिल्म से, यानी फिल्म मुग़ल आज़म से, इस फिल्म से दिल को छूने वाले चंद मुकालिमे चुनकर लिखिए. ഈ സിനിമയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഏതാനും ചില സംഭാഷണങ്ങൾ എടുത്ത് എഴുതുക.
ഇത് സിനിമ കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് സിനിമ കണ്ടു എന്നുള്ളത് അറിയില്ല. സിനിമ കണ്ടവർക്ക് ഒരുപാട് സംഭാഷണങ്ങൾ വളരെ മനോഹരമായത് അവരെ ഹൃദയത്തെ സ്പർശിക്കുന്നതായിട്ടുണ്ടാവാം. ഇല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 സംഭാഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യുക. दूसरा सवाल ये है, फिल्म मुग़ल-ए-आज़म में आपका पसंदीदा किरदार कौन है, उसके बारे में इजहार ख्याल कीजिए. फिल्म मुग़ल-ए-आज़म में आपका पसंदीदा किरदार कौन है, उसके बारे में इजहार ख्याल कीजिए. ഈ സിനിമയിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? ഇതും യഥാർത്ഥത്തിൽ സിനിമ കണ്ടാലാണ് നമുക്ക് കൃത്യമായിട്ട് കഥാപാത്രങ്ങളെ മനസ്സിലാക്കാൻ പറ്റുക. എന്നാലും നമ്മൾ ഇന്ന് അതിൻ്റെ കഥയിലൂടെ ഒന്ന് പോയിട്ടുണ്ട് ചുരുക്കിയിട്ടാണെങ്കിലും ആ കഥ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കഥാപാത്രത്തെയാണ് ഇഷ്ടപ്പെടുന്നത് ആ കഥാപാത്രത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക. तो अगले क्लास में मिलेंगे. शुक्रिया.